ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. നമ്മുടെ വാഹനങ്ങളിലെല്ലാം ആൻറ്റിന വരുന്നുണ്ട്. അത് പുതിയ മോഡൽ വാഹനങ്ങൾക്കെല്ലാം വരുന്നത് നമ്മുടെ ഷാർഫിൻ ടൈപ്പ് ആൻറ്റിനയാണ്. എന്നാൽ പഴയ മോഡൽ വാഹനങ്ങൾ ഉള്ള ആൾക്കാർക്ക് അതൊന്ന് മാറ്റണം എന്നുള്ളൊരു ആഗ്രഹം കാണും. തംബ്നെയിലിൽ കണ്ടിട്ടുണ്ട്, സെയിം സാധനം തന്നെയാണ് ഞാൻ ദേ കാണിക്കുന്നത്. അപ്പം ഒരു ഷാർഫിൻ ആൻറ്റിന അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിന്, അതായത് പ്രൈസ് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഏതായാലും നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസും കൂടെ നോക്കാം. നമുക്ക് ഇവനൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Explore. ഓക്കെ, അപ്പം നമുക്കിവനെ ഒന്ന് പെട്ടെന്ന് അൺബോക്സ് ചെയ്തേക്കാം. സംഭവം വലിയ സംഗതിയൊന്നുമില്ല. കാണുമ്പോൾ നമുക്ക് ആ തംബ്നെയിലിൽ കണ്ടുപോലെ തന്നെ സംഗതി സിമ്പിളാണ്. ഇങ്ങനൊരു ബോക്സ് കാണാം, ഒരു സ്റ്റിക്കറുണ്ട്, ചെറിയൊരു സ്ക്രൂ ഉണ്ട്, വിത്ത് വാഷറാണ്. ഇനി നമുക്ക് ഈ മെയിൻ ഐറ്റത്തിനെ നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഞാനിപ്പോൾ മേടിച്ചിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ഇതിനെ ചുറ്റും നമുക്ക് റബ്ബർ കാണാൻ സാധിക്കും, ഒരു നല്ല റബ്ബർ ഫിനിഷ് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ, മീൻസ് ഒരു പോർഷനിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രസം തോന്നും, വാവ് അടിപൊളി എന്ന് തോന്നും. അത് കാരണം പഴയ കുറ്റി പോലെ നിൽക്കുന്ന ആൻറ്റിനയൊക്കെ മാറ്റേണ്ട ടൈം കഴിഞ്ഞു. കാരണം ഇപ്പോൾ അതുകൊണ്ടാണ് എല്ലാം പുതിയ മോഡൽ വാഹനങ്ങൾക്കും ഷാർഫിൻ ആൻറ്റിനയും ആൻറ്റിന ഇല്ലാത്ത ടൈപ്പും ഒക്കെ വന്നു തുടങ്ങുന്നു. അപ്പം നമുക്കൊന്ന് മാറി ചിന്തിക്കാം. ഇതിനകത്തൊരു വയറും കൂടെ വരുന്നുണ്ട്. ഈ വയർ വരുന്ന വേറൊന്നിനുമല്ല, നമ്മുടെ ആൻറ്റിന, അതായത് നമ്മുടെ ആൻറ്റിന ഊരിക്കഴിഞ്ഞാൽ പിന്നെ റേഡിയോ കിട്ടത്തില്ല, അതായത് FM കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. എന്നാൽ അത് കിട്ടാൻ ബുദ്ധിമുട്ട് വരാതിരിക്കാൻ, അല്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു എന്തോ സംതിങ് FM കിട്ടാൻ വേണ്ടി എന്തൊക്കെയോ ഐറ്റംസ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് അവിടെ അതുപോലെ ഇരിക്കട്ടെ. എന്നിട്ട് ഇനി ഈ സ്റ്റിക്കേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാനുള്ളത്. ഈ സ്റ്റിക്കർ വേറൊന്നുമല്ല, ഈ ഒരു ഓരോ പോർഷനായിട്ട് ഈ ഒരു ഭാഗത്ത് 1, 2 വരി, 1, 2, അതിന് ഈ 2 സ്റ്റിക്കേഴ്സ്, പിന്നെ ഈ സൈഡിലത്തെ ഇത് കവർ ചെയ്യാൻ വേണ്ടിയുള്ള 2 സ്റ്റിക്കേഴ്സ്, അങ്ങനെ മൊത്തം 4, 5 സ്റ്റിക്കർ വരുന്നുണ്ട്. ഈ 5 സ്റ്റിക്കറും കൂടെ ഫിറ്റ് ചെയ്ത് നേരെ നമ്മുടെ വാഹനത്തിൻ്റെ റൂഫേൽ, അതായത് ആ പോർഷനിൽ നിന്നുള്ള ആൻറ്റിന ഊരി മാറ്റി വെച്ച് നേരെ കൊണ്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി തീർന്ന്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ഓക്കെ, നമുക്ക് ഈ സ്റ്റിക്കറാണ് ഇതിനകത്ത് ഒട്ടിക്കാനുള്ളത്. സ്റ്റിക്കർ ജസ്റ്റ് പറിച്ച് സിമ്പിളായിട്ട് ഒട്ടിക്കാൻ സാധിക്കും. വേറെ വലിയ ചടങ്ങുള്ള കേസൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതൊന്ന് തീർക്കട്ടെ. ഓക്കെ, അത് കഴിഞ്ഞു, സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നേരെ മേളിലോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ നോർമൽ ആൻറ്റിന ഒന്ന് അഴിച്ചെടുക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ കറക്കി ഇങ്ങനെ എടുത്താൽ മതി. ഒരു സ്ക്രൂ അഴിക്കുന്നതിൻ്റെ ഇതായിട്ട് എടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കി, ഇതിനകത്തൊരു സ്ക്രൂ വരുന്നുണ്ട്. ഈ സ്ക്രൂ ആണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത്. ജസ്റ്റ് ഒരു സ്ക്രൂ മാത്രമല്ല, ഒരു വാഷറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ആ വാഷർ നമ്മൾ കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് കണ്ടോ, നമുക്കിതുപോലെ ആ ഒരു വയറും കൂടെ വെച്ച് ഇതിലോട്ട് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ആ സ്ക്രൂ അതിനകത്തോട്ട് കയറ്റി, കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്യുക. ആദ്യം കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം ഈ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് റേഡിയോ കിട്ടത്തുള്ളൂ. ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കുക, കാരണം പിന്നീട് പോരരുത് ആ ഒരു രീതിക്ക്. എന്നിട്ട് ഇനി ഇത് മേളിൽ വെച്ചൊന്ന് ഒട്ടിച്ചാൽ മാത്രം മതി. ഇനി ഈ ടേപ്പ് എല്ലാം ഒന്ന് പറിച്ച് കളയാണ്. ഡബിൾ സൈഡ് സ്റ്റിക്കറിൻ്റെ മേളിലുള്ള കോട്ടിങ് എല്ലാം ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഇതിൻ്റെ മേളിലോട്ടൊന്ന് ഒട്ടിച്ചാൽ മതി. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമുക്കൊന്ന് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു ലെവൽ നോക്കിയിട്ട് കറക്റ്റ് അങ്ങ് വെച്ചൊന്ന് കാച്ചിയാൽ മതി. ജസ്റ്റ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യാം. കാരണം ഈ ഫുൾ സൈഡ് സീറ്റ് ആകുന്നത് പോലെ നമ്മളതൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി വെക്കണം. കണ്ടോ, ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കുറച്ച് നേരമെങ്കിലും നമ്മളൊന്ന് പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ആ പശയൊന്ന് ഒട്ടാൻ വേണ്ടിയുള്ളൊരു താമസം, അല്ലെങ്കിൽ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഒന്ന് പിടിക്കാൻ വേണ്ടിയുള്ള താമസം. കുറച്ച് ഹീറ്റും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം കാറ് കുറച്ചൊന്ന് ചൂടായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒട്ടിക്കോളും. പിന്നീട് അത് ഊരിപ്പോരുന്നുള്ളൊരു പേടി വേണ്ട. ഇനി ഇത് പഴയ കാറും, അതായത് പഴയ ആൻറ്റിന വെച്ചിട്ടുള്ളൊരു വ്യത്യാസം, ഈ പുതിയ ആൻറ്റിനയും കൂടെ വരുമ്പോൾ ഉള്ളൊരു വ്യത്യാസം നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. കാണാൻ നല്ല അടിപൊളിയായിരിക്കും ഇതുപോലൊരു ഷാർഫിൻ ആൻറ്റിന വെക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കളർ വേരിയൻസ് 3 അവൈലബിൾ ആണ്. ബ്ലാക്കും വൈറ്റും സിൽവറും അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം 850 രൂപ വരുന്നുണ്ട് ഒരു പീസിൻ്റെ പ്രൈസ്. അപ്പം 850 രൂപ ഞാൻ നോക്കിയെടുത്തോളം വലിയ കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. ഇത് സാധനം വേണം എന്ന ആഗ്രഹമുള്ളവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അതിലോട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരണമെന്നുണ്ടെങ്കിൽ പാർട്സ് എത്തിച്ചു തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.